ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പ്രപഞ്ചം നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്നാ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ലേ, എന്തോ ഭാഗ്യത്തിന് ഈ വീഡിയോ എൻ്റെ മുന്നിൽ വന്നുവെന്ന്. എന്നാൽ പ്രപഞ്ചത്തിന്റെ നിയമത്തിൽ ഈ കോയിൻസിഡൻസ് എന്ന കാര്യമൊന്നുമില്ല. നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ചില പ്രത്യേക ഘട്ടത്തിൽ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു മറുപടി ആവശ്യമായി വരുന്ന സമയത്താണ് ഇത്തരം സന്ദേശങ്ങൾ നമ്മളെ തേടിയെത്തുക. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമായിരിക്കാം. ഈ വീഡിയോയിലൂടെ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ രഹസ്യം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത, നമ്മുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന 4 നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും വെച്ചേക്കാൻ പാടില്ലാത്ത 4 നെഗറ്റീവ് കാര്യങ്ങൾ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എത്രയോ നല്ല മനുഷ്യരെ കാണാറുണ്ട്, മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്തവർ, എപ്പോഴും എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്നാഗ്രഹിക്കുന്നവർ. നമ്മളുടെ ചുറ്റിലും നോക്കിയാൽ കാണാം, ഒരുപാട് പേരുണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ മനസ്സിൽ പോലും മറ്റുള്ളവർക്ക് തിന്മ വരാൻ ആഗ്രഹിക്കാത്തവർ. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല ആളുകൾക്കല്ലേ കൂടുതലായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും? അത്തരം നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്നത്. മാത്രമല്ല, ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ രീതികളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം, എനിക്ക് കരിയറിലോ ലൈഫിലോ ഒരു വലിയ പൊസിഷനിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിചാരിച്ച കാര്യം മാത്രം നടക്കുന്നില്ല. പലതും പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? അതായത് ഭൂരിഭാഗം പേർക്കും ഇതൊന്നും വർക്കാവുന്നില്ല. ഇതിനെല്ലാം പിന്നിലുള്ള യഥാർത്ഥ കാരണം ഒന്നേ ഉള്ളൂ. ആ 4 കാര്യങ്ങൾ അറിയാതെയെങ്കിലും അവർ തങ്ങളുടെ മൈൻഡിനുള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഈ 4 ബ്ലോക്കുകൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ സ്വയം നന്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിനോ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും, എന്ത് പ്രാർത്ഥനകൾ നടത്തിയാലും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും പ്രകടമാകില്ല. നമ്മൾ വീണ്ടും വീണ്ടും പഴയ തെറ്റുകളിലേക്ക് തന്നെ പോകും. പ്രപഞ്ചത്തിന്റെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ ഈ 4 കാര്യങ്ങൾ സമ്മതിക്കില്ല. അത് നമ്മുടെ പോസിറ്റിവിറ്റിയെ മുഴുവൻ നശിപ്പിച്ച് കളയും. അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പറ്റി നമ്മുടെ ജീവിതത്തെ മൊത്തമായി നിയന്ത്രിക്കുന്ന ആ 4 ഭീകരന്മാർ ഏതൊക്കെയാണ്? അവയെ എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്നും വേരോടെ പിഴുതെറിയാം? ഇതിനൊക്കെയുള്ള വളരെ ലളിതമായ ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതിലെ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റേണ്ട ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, റിഗ്രറ്റ് അഥവാ അമിതമായ വിഷമവും പശ്ചാത്താപവും. നമുക്ക് സ്വയം ചോദിച്ചു നോക്കാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും സങ്കടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കാര്യത്തിലും പശ്ചാത്താപം തോന്നാത്ത ഒരു മനുഷ്യരുണ്ടാവുമോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ ജീവിക്കുന്ന ഈ പ്രാക്ടിക്കൽ ലൈഫിൽ തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. എല്ലാവരും പലതരത്തിലുള്ള മിസ്റ്റേക്സ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ ഓർത്ത് നമുക്ക് വിഷമം തോന്നുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? ചില ആളുകൾ തങ്ങളുടെ പണ്ട് സംഭവിച്ച പരാജയങ്ങളെയോ തെറ്റുകളെയോ ഓർത്ത് വർഷങ്ങളോളം ഒരു കടുത്ത റിഗ്രറ്റ് ഉള്ളിൽ കൊണ്ടു നടക്കും. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെ ചിന്തിച്ച് സ്വയം ഇന്നത്തെ ദിവസത്തെ അവർ നശിപ്പിക്കും. ഈ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു പശ്ചാത്താപവും ഇല്ലാത്ത തികച്ചും ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം റിഗ്രറ്റ് ആയിരുന്നു. രണ്ടാമത്തേത് കമ്പാരിസൺ, അതായത് താരതമ്യം ചെയ്യൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ നോക്കിയുള്ള വിഷമെന്നും പറയാം. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യലാ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയുള്ള വിഷമം.
മറ്റുള്ളവരെ നോക്കി അവർ എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവർക്ക് ആ കാറുണ്ട്, കണ്ടോ അവർ എത്ര നല്ല നിലയിലായി, അവർക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടി, എനിക്ക് മാത്രം ഒന്നും ആയില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളെ കമ്പയർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുതരം വല്ലാത്ത നിരാശ. പക്ഷെ എനിക്ക് മാത്രം ഇതൊന്നും ഇല്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൽ വിങ്ങുന്ന ഒരുതരം നിരാശയാണിത്. ഈ ചിന്ത നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി മുഴുവൻ ചോർത്തിക്കളയും. മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ വരുന്ന ഒരുതരം കുറവ് അല്ലെങ്കിൽ ആഗ്രഹം നമ്മുടെ വൈബ്രേഷനെ ഒരുപാട് താഴേക്ക് കൊണ്ടുപോകും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ, അതായത് കടുത്ത നിരാശയും ദേഷ്യവും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറണമെന്ന് കരുതി നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നു, കഠിനമായി അധ്വാനിക്കുന്നു. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ശരിയാകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ മാത്രം. എല്ലാം തെറ്റായി പോകുന്നു. അതായത് നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, വലിയ പ്രയത്നങ്ങൾ നടത്തുന്നുണ്ടാകും, പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. എല്ലാം തെറ്റായി പോകുന്നു, ഒന്നുപോലും ക്ലിക്കാവുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യവും മടുപ്പും വരും. ആ അവസ്ഥയാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചത്തോടും നിങ്ങളോട് തന്നെയും കടുത്ത ഒരു ദേഷ്യം വരും. ഞാനിനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത് നിങ്ങളുടെ ചിന്താശേഷിയെ തന്നെ മരവിപ്പിച്ച് കളയും. ഇങ്ങനെ കുറച്ചാൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലെത്തും നമ്മൾ. ഉദാഹരണത്തിന്, നമുക്ക് നല്ല പനിയുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറിനെ കാണുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു നോർമൽ അവസ്ഥയിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് പോലെ ആ യാത്രയെയും ചുറ്റുപാടുകളെയും ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പനിയുള്ളപ്പോൾ സാധിക്കുമോ? ഇല്ല. ഈ ഒരു മയക്കത്തിലായിരിക്കും നമ്മൾ. ഇതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ജീവിതം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നത്, എങ്ങോട്ടാണ് തങ്ങളുടെ യാത്ര എന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഒരു പനി ബാധിച്ച പോലെ ജീവിച്ചു പോകുന്നതിനിടയിലായിരിക്കും പെട്ടെന്നൊരു ദിവസം നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ വലിയ നിലയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ പണ്ട് നമ്മളെക്കാൾ ടാലന്റ് കുറവാണെന്ന് നമ്മൾ കരുതിയ ആളുകൾ പോലും ഇന്ന് വലിയ സക്സസ് നേടിയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നിരാശ വരും. അവർക്കൊക്കെ സാധിച്ചല്ലോ, എനിക്ക് മാത്രം ഒന്നും ആയില്ലല്ലോ എന്ന ചിന്ത വരും. ഇനി നാലാമത്തെ കാര്യമാണ് കുറ്റബോധം, അതായത് സ്വയം കുറ്റപ്പെടുത്തൽ. ഇതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഞാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കിയിട്ടും ഒന്നും നടന്നില്ല, ഞാൻ എടുത്ത റിസ്കുകളെല്ലാം തോറ്റുപോയി, അപ്പോൾ തെറ്റെൻ്റെ ഭാഗത്താണ് എന്ന് ചിന്തിച്ച് സ്വയം വേട്ടയാടുന്ന അവസ്ഥ. ചിലർ ഈ കുറ്റബോധം കാരണം സ്വയം കുറച്ച് കാണാൻ തുടങ്ങും. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിചാരിക്കും. ഇനിയും ചിലരുണ്ട്, തങ്ങൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുമോ എന്ന് പേടിച്ചൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന പരാജയത്തെ ഓർത്ത് മുൻകൂട്ടി ഒരു കുറ്റബോധം മനസ്സിലുണ്ടാക്കി വെക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം വ്യക്തമായി പറയാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പോളിസികളിലും മൂല്യങ്ങളിലും സത്യസന്ധരും സ്ട്രോങ്ങും ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റേയില്ല. ഇനി അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും അത് തിരുത്താനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടാവും. ഒരു തെറ്റിലേക്ക് പോകാൻ സാധ്യത ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൃത്യമായ അലേർട്ട് തരും. അതുകൊണ്ട് അതിനായി സ്വയം വേദനിക്കേണ്ട ഒരാവശ്യവുമില്ല. ഉള്ളിൽ കുറ്റബോധം കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ റിഗ്രറ്റ് ആണ്, അതായത് കടുത്ത സങ്കടം അല്ലെങ്കിൽ പശ്ചാത്താപം. രണ്ടാമത്തേത് കമ്പാരിസൺ, അതായത് താരതമ്യം ചെയ്യൽ. മൂന്നാമത്തേത് ഫ്രസ്ട്രേഷൻ, കടുത്ത നിരാശയും ദേഷ്യവും. നാലാമത്തേത് ഗിൽറ്റ് അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ കുറ്റബോധം. ഇനി ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ദയവായി ഈ 4 സ്വഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കരുത്.
നിങ്ങളുടെ ഉള്ളിൽ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി നല്ല മനുഷ്യർ ഈ ലോകത്ത് കഷ്ടപ്പെടാൻ കാരണം അവരുടെ പുറമേയുള്ള പ്രവൃത്തികൾ കൊണ്ടല്ല, പകരം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. അവർ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അവർ തങ്ങളോട് തന്നെ വലിയൊരു ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കുന്ന പലരും പരാജയപ്പെടുന്നതും ഇവിടെയാണ്. ഒരു പ്രധാനപ്പെട്ട ആത്മീയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾ പ്രപഞ്ചത്തോട് പുറമേക്ക് എന്താണോ ചോദിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ലഭിക്കുക. പകരം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ വെച്ചിരിക്കുന്നത് അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുക. അത് ഞാൻ എപ്പോഴും പറയാറുള്ള. നിങ്ങളുടെ ഉള്ളിൽ കടുത്ത നിരാശയും നഷ്ടബോധവും കുറ്റബോധവും വെച്ചുകൊണ്ട് പുറമേക്ക് എനിക്ക് സന്തോഷം തരൂ, വിജയം തരൂ എന്ന് എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ പാത്രം ഇതിനകം തന്നെ നെഗറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ ചായ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ജ്യൂസ് ഒഴിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആ ജ്യൂസ് പുറത്തേക്ക് പോകും അല്ലേ? പുതിയത് എന്തെങ്കിലും ആ ഗ്ലാസ്സിൽ നിറയ്ക്കണമെങ്കിൽ ആദ്യം അതിലുള്ള പഴയ ചായ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമല്ലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓൾറെഡി നെഗറ്റിവിറ്റി നിറച്ചുകൊണ്ട് പുതിയ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. റിഗ്രറ്റ് അഥവാ പഴയ പരാജയങ്ങളെ ഓർത്തുള്ള വിഷമത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും നഷ്ടങ്ങളും വന്നിട്ടുണ്ടാകാം. പ്രാക്ടിക്കലി അതോർത്ത് വിഷമം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ട് ലൈഫിൽ ഒരു ഉയർന്ന നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മാജിക് സംഭവിക്കും. ആ ഉയർന്ന പൊസിഷനിൽ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ പഴയ പരാജയങ്ങളെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത മനുഷ്യരെയും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നും, ഭാഗ്യം, അന്ന് ഞാൻ പരാജയപ്പെട്ടത് നന്നായി, അന്ന് ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നടക്കാതിരുന്നത് നന്നായി. ഒരു പക്ഷേ അന്നത് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു മികച്ച നിലയിലേക്ക് എനിക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ റിഗ്രറ്റ് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവും. ആ പഴയ വിഷമം മാറി അത് നിങ്ങളുടെ വളർച്ചയിലേക്കുള്ള ഒരു വലിയ ഇന്ധനമായിട്ട് മാറും. അങ്ങനെ ഒരു മികച്ച നിലയിലേക്ക് നിങ്ങൾ വളരുക തന്നെ വേണം. ഈ 4 കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല, വരും. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 4 നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുക. നിങ്ങളുടെ ജീവിതം ഐശ്വര്യമുള്ളതും സക്സസ്സുമായി മാറട്ടെ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.